കൂടുതൽ ഞാൻ പറഞ്ഞു ഇതെല്ലാം സാറ് നിർത്തിയിട്ടാ പണിക്കാരനെ വേണം തൽക്കാലം ഇവനോട് വരേണ്ട വില കാശും കൊടുത്ത് അങ്ങോട്ട് വിട്ടത് എന്നാലും വേണ്ടില്ല ഈ സാധനം കായ്ച്ചോളൂ. ഇത് കായ്പ്പിക്കാൻ വേണ്ടി ഇവിടെ പണിക്കാരനെ നിർത്തണ്ട, ഈ ടൈമർ ഓഫ് ചെയ്തിട്ട് അത് തല്ലിപ്പൊളിച്ച് കിടക്കണം. ഇനി ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് ഇത് ഓൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സാധനം മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി, ഒരു കുഴപ്പമില്ല. ഞാനൊരാളുടെ തോട്ടത്തിൽ പോയ നല്ല ജാതിയുടെ തോട്ടമാണ്. ഈ ടൈമർ വെച്ചിട്ടാണ് അടിക്കുന്നത്. എല്ലാ ദിവസവും രാത്രി 11 മണിക്ക് ടൈമർ ഓണാവും. രാത്രി മുഴുവനും കിടന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പിന്നെ പണിക്കാരനും വരും, അവനോടും പണിതോളാം. അപ്പോൾ പുള്ളി പറയുന്നത് ഇതിക്കുള്ള എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു ഇതെല്ലാം സാറ് നിർത്തിയിട്ടാ പണിക്കാരനെ വേണം തൽക്കാലം ഇവനോട് വരേണ്ട വില കാശും കൊടുത്ത് അങ്ങോട്ട് വിട്ടത് എന്നാലും വേണ്ടില്ല ഈ സാധനം കായ്ച്ചോളൂ. ഇത് കായ്പ്പിക്കാൻ വേണ്ടി ഇവിടെ പണിക്കാരനെ നിർത്തണ്ട, ഈ ടൈമർ ഓഫ് ചെയ്തിട്ട് അത് തല്ലിപ്പൊളിച്ച് കിടക്കണം. ഇനി ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് ഇത് ഓൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സാധനം മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി, ഒരു കുഴപ്പമില്ല. നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ചെയ്യുള്ളൂ. ഇത്രയും ചെയ്താൽ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഈ പണിയൊന്നും ചെയ്യാമെങ്കിൽ സാറിനോട് കായ ഉണ്ടായി തുടങ്ങുമെന്ന് പറഞ്ഞു. ആ വർഷം മുതൽ കായ ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ ജാതി പോലത്തെ കൃഷികളൊക്കെ നമ്മളിങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. വെള്ളം എന്ന് പറയുന്നത് ഒരു അത്ഭുത സാധനമാണ്, അതെപ്പോഴും അറിഞ്ഞിരുന്നോണം. വാട്ടർ കൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഗുണം ഉണ്ട്. അത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട്. നമുക്ക് പോലും ആവശ്യത്തേക്ക് വാട്ടർ മനുഷ്യൻ വെള്ളമില്ലാതെ പറ്റുമോ? പക്ഷേ ഒരു 10 ലിറ്റർ വെള്ളം ഇപ്പം കുടിക്കാമെങ്കിൽ നമ്മളെ കിഡ്നി അടിച്ചു പോകും, ആൾ മരിച്ചു പോകും. ഇപ്പോൾ 10 ലിറ്റർ വെള്ളം എടുത്ത് അടിക്കാമെങ്കിൽ ആൾ കറങ്ങി താഴെ വീഴും. ഏറ്റവും നല്ല സാധനമാണല്ലോ വെള്ളം. കിഡ്നി പ്രോസസ്സ് ചെയ്യാൻ പറ്റിയല്ലോ അത്രയും. അല്ല എന്ന് പറയുന്ന പോലെ ചെടികൾക്ക് ഇതുപോലത്തെ പ്രശ്നമുണ്ട്. നമ്മൾ അതേ പറയാം, മനുഷ്യനുമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാം ഈ ചെടിയുടെ ഹെൽത്തുമായിട്ട്. അത് കൊടുക്കേണ്ടത് സൂക്ഷിച്ച് കൊടുത്തില്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ടാണ് വരുന്നത്. ഓവറായിട്ട് പലതും കൊടുക്കാൻ സൗകര്യമുള്ളവർ ഓവറായിട്ട് കൊടുക്കും. മനുഷ്യനും അങ്ങനെയല്ലേ, കഴിക്കാൻ സൗകര്യമുള്ളവർ ഓവറായിട്ട് മേടിച്ച് കണ്ണിക്കണ്ടെല്ലാം മേടിച്ച് തിന്ന് അസുഖം വരുത്തും. അല്ലാത്തവന് ദാരിദ്ര്യം കാരണം കഴിക്കാൻ പറ്റില്ല. രണ്ടും ആഹാരത്തിൻ്റെ പ്രശ്നമാണ്, 2 തരത്തിലാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വെള്ളം മാനേജ് ചെയ്യുന്നത് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മൾ എവിടെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാട്ടർ മാനേജ്മെൻറ്റ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം.